ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വാച്ചി ഓൺലൈൻ ടീച്ചിങ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. ഇത് മെയിൻലി ഒരു ലീവിനൊക്കെ ശേഷം അല്ലെങ്കിൽ ഒരു ലോങ് ഗ്യാപ്പിനൊക്കെ ശേഷം തിരിച്ച് ജോബിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അമ്മമാർക്കുള്ള കുറച്ച് ടിപ്സൊക്കെയാണ് ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുൻപ് ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം, വർക്ക് ലൈഫ് ബാലൻസ്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഒരുപാട് പേർക്ക് ഉണ്ടാവും, ലൈക്ക് മെറ്റേണിറ്റി ലീവ് ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ലോങ് കരിയർ ബ്രേക്കിനൊക്കെ ശേഷം ജോബിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒത്തിരി കൺഫ്യൂഷൻസ് നമുക്കുണ്ടാവും. അത് ഒബ്വിയസ് ആണ്. ലൈക്ക് ഇപ്പം നമ്മളൊരു ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ ആ ട്രെൻഡ്, ആ ഫീൽഡിലൊക്കെ ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കോമ്പീറ്റൻ്റ് ആയിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട്, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പം അങ്ങനെ ഉള്ള ഒരാൾക്ക് പിന്നെ ഒരു ഡിസിഷൻ എടുക്കുക, ഇപ്പം ജോബിലേക്ക് പോകണോ അതോ വീട്ടിൽ മീൻസ് കുട്ടികളാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും, ഇതിനൊക്കെ നമുക്ക് ഡിസിഷൻ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഏതായിരിക്കും ഒരു ബെസ്റ്റ് ചോയ്സ്? ഒരു ലൈക്ക് ഹോം മേക്കർ ആവുന്നതാണോ അതോ ഒരു ജോബും ഹോം മേക്കറും കൂടി ടുഗെദർ കൊണ്ടുപോകുന്നതാണോ? അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് വരും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ലൈക്ക് എൻ്റെ കുറച്ച് പോയിൻറ്റ്സ്, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പലയിടത്തു നിന്നും കേട്ടതായതും എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നായതും കുറച്ച് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാണ്. അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഒരു മദർഹുഡ് ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി എപ്പോഴും കുട്ടികളായിരിക്കും. നമ്മുടെ ടൈം എന്ന് പറഞ്ഞത് എപ്പോഴും ലൈക്ക് അവരുടെ കാര്യങ്ങളെ സംബന്ധിച്ചായിരിക്കും. അത് കുട്ടികളുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരിക്കലും ലൈക്ക് അതൊരു നെവർ എൻഡിങ് ടാസ്ക്കാണ്. ലൈക്ക് നമുക്ക് ഇതിന് പർട്ടിക്കുലർ ഷെഡ്യൂൾ എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല. ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുക, അങ്ങനെയൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. അവരുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏർലിയർ സ്റ്റേജസിൽ കുറച്ച് ടൈം ഡിമാൻഡിങ് ആണ്. അപ്പം നമ്മളൊരു ജോബിലേക്ക് പോകണമെന്ന് ഡിസിഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് കാര്യം നമ്മൾ തീരുമാനിക്കേണ്ടത്, അങ്ങനെ ഒരു ഓഫീസ് വർക്കിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ടൈം ഉണ്ടോ, നമുക്ക് ട്രാവൽ ചെയ്തിട്ട് ഒരു ഓഫീസ് വരെ പോകാനോ ഓഫീസിന് വർക്കിംഗ് അവേഴ്സിൽ നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോ എന്നുള്ളത്. അങ്ങനെ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അതിന് എത്ര സമയം നമുക്ക് ഉണ്ട് എന്നുള്ളത് ആ തീരുമാനം എടുക്കുന്നതാണ് ഫസ്റ്റ് കാര്യം. അത് അനലൈസ് ചെയ്യുക, നമ്മൾ സ്വയം അനലൈസ് ചെയ്യുക, നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ സ്വയം അനലൈസ് ചെയ്യുക, അങ്ങനെ പറ്റുമോ നമുക്ക് എന്നുള്ളത്. അതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പം നിങ്ങളുള്ള സ്ഥലത്ത് നിയർ ബൈ ഒന്നും നിങ്ങൾക്കൊരു ചാൻസസ് ഇല്ല, നിങ്ങൾക്കിപ്പോൾ ജോബിന് കുറച്ച് ദൂരെ പോകണമെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ എടുക്കേണ്ട മെഷേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. നിയർ ബൈ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അത് നിങ്ങൾക്കാണ് അറിയാം, നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്നാണ് നിങ്ങളത് തീരുമാനിക്കേണ്ടത്. അപ്പം ടൈം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് നിങ്ങൾ എന്താ പറയുക, ഒരു ഓഫീസ് വർക്കിംഗ് അവേഴ്സിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ടൈമിങ്, പിന്നെ അതുപോലെ ആ ടൈമിൽ നിങ്ങൾ കുട്ടികളോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളോ സപ്പോർട്ട് ചെയ്യാൻ വേറെ എന്തെങ്കിലും മെഷേഴ്സ് ഉണ്ടോ, കുട്ടികളെ ഡേ കെയറിലാക്കുക അല്ലെങ്കിൽ കുട്ടികളെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ, അല്ല നിങ്ങളുടെ പേരൻസ് ഉണ്ടോ കുട്ടികളെ നോക്കാൻ. ഇതൊക്കെ അനുസരിച്ചിട്ട് വേണം എത്ര ടൈം ഉണ്ടെന്നുള്ളത് ഫസ്റ്റ് നിങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട്. സോ എത്ര ടൈം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, പിന്നെ സെക്കൻഡ് വൺ ഈസ് ലൈക്ക് ഡോണ്ട് ഹാവ് എനി ഗിൽറ്റി ഫീലിംഗ്. അതിപ്പോൾ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇപ്പം നിങ്ങൾ ഒരു അമ്മയാണെങ്കിൽ ഇപ്പം നിങ്ങളിപ്പം കുട്ടികളുടെ കാര്യങ്ങൾക്ക് മതിയായ ടൈം കണ്ടെത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഇനഫായിട്ട് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പം നിങ്ങളത് ചെയ്താലും ദർ വിൽ ബി ലൈക്ക് കുറച്ചൊക്കെ എപ്പോഴും നമുക്ക് അങ്ങനെ 100% ഇത് പറ്റില്ല. അപ്പോൾ എപ്പോഴും ആ ഒരു ഫീലിംഗ് വേണ്ട. ഇപ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ മറ്റേ കുട്ടികളുടെ കാര്യങ്ങൾക്ക് കുറവ് വരുമോ എന്നുള്ള ആ ഫീലിംഗ് വേണ്ട. ഇപ്പം നിങ്ങൾ ജോലിക്ക് പോവാതിരുന്നാലും ആൾക്കാരുണ്ടാവും പറയാനായിട്ട്, ഇത്രയൊക്കെ പഠിച്ചതല്ലേ എന്താ ജോലിക്ക് പോവാത്തെ. അപ്പോൾ അതും ഓക്കെ ഞാൻ ഇത്രയൊക്കെ പഠിച്ചതല്ലേ എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല എന്ന് അവിടെയും ഗിൽട്ടിന് ചാൻസസ് ഉണ്ട്. അപ്പം ഏത് കാര്യമായാലും ഇറ്റ്സ് ലൈക്ക് 2 sides ഓഫ് കോയിൻ, എങ്ങനെയായാലും അതുണ്ടാവും. സോ ആ ഫീലിങ്ങേ വേണ്ട, ആ ഫീലിംഗ് അങ്ങ് മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് ഏതാണോ ഓക്കെ എന്ന് തോന്നുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. വർക്ക് ചെയ്യണോ വർക്ക് ചെയ്യുക, അതല്ല ഹോം മേക്കറായിട്ട് ഇരിക്കണോ അത് ചെയ്യുക. അത് ഏതാണ് നിങ്ങൾക്ക്
വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക, അത് ജസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിൽ ഒരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല, ഒരു ഗിൽട്ട് ഫീലിങ്ങിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ അതാണ് സെക്കൻഡ് പോയിന്റ്, നോ ഗിൽട്ട് ഫീലിംഗ് അറ്റ് ഓൾ. ഓക്കെ, നൗ ദ തേർഡ് വൺ ഇസ് ലൈക്ക് നോ പറയേണ്ടടുത്ത് നോ പറയുക. അതിപ്പം നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് ജോയിൻ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഷെഡ്യൂളിലല്ലാത്ത ഇഫ് യുവർ പ്ലേറ്റ് ഈസ് ഫുൾ ജസ്റ്റ് സേ നോ. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന വർക്ക് നിങ്ങളുടെ ഇത് ലൈക്ക് നിങ്ങളുടെ ജോലിയുടെ ഒരു ഇത് ഡിമാൻഡ് ചെയ്യുന്ന വർക്ക് ചെയ്യുക. നോ പറയേണ്ടടുത്ത് നോ പറയുക. അതിപ്പം വേറെ ഏത് കാര്യങ്ങളാണെങ്കിലും ലൈക്ക് ഇൻ ദ സെൻസ് ലൈക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നോ പറയാം, നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾക്ക് നോ പറയാം. നോ പറയാൻ ഒരു ഹെസിറ്റേഷൻ ഒഴിവാക്കുക. അത് നിങ്ങൾക്ക് ഒത്തിരി ടൈം തരും, നിങ്ങൾക്ക് ഒത്തിരി ലൈക്ക് പോസിറ്റിവിറ്റി തരും. അത് ലൈക്ക് നോ പറയേണ്ടത് നോ പറഞ്ഞ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ പോയിട്ട് അതിന് നമുക്ക് ഒന്നും ഫ്രൂട്ട്ഫുള്ളായിട്ട് ഒരു ഔട്ട്പുട്ട് വരാൻ പോകുന്നില്ല. സോ സേ നോ. ഓക്കെ, ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് പോയിന്റ്. തേർഡ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് ഇസ് പ്രയോറിറ്റീസ്. ഗീവ് പ്രയോറിറ്റീസ്. ഏതിനാണ് നിങ്ങൾക്ക് പ്രയോറിറ്റി? നിങ്ങൾക്ക് ലൈക്ക് ജോബിന് പോകണം, ഏത് കൈൻഡ് ഓഫ് ജോബാണ് നിങ്ങൾക്ക് പ്രയോറിറ്റി, അത് പ്രയോറിറ്റൈസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ഓപ്ഷനാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക, അത് ചെയ്യുക. അപ്പോൾ ആരെങ്കിലും ഒരു ഒപ്പീനിയൻ പറഞ്ഞു, ഇപ്പോൾ വർക്ക് ഫ്രം ഹോമൊക്കെ ലൈക്ക് എല്ലാ സിറ്റുവേഷനിലും ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമൊന്നും ആവില്ല. അപ്പോൾ എല്ലാവരും പറയണത് അങ്ങനെ എടുക്കാതെ നിങ്ങൾക്ക് ഏതാണോ സൂട്ടബിൾ എന്ന് തോന്നുന്നത്, നിങ്ങളുടെ പ്രയോറിറ്റി ഏതാണോ അത് ചെയ്യുക. ഈ പ്രയോറിറ്റീസ് തീരുമാനിക്കുമ്പോൾ അതിനകത്ത് ബാക്കി നിങ്ങളുടെ ഫാക്ടേഴ്സും കൂടി കൺസിഡർ ചെയ്യണം. അതായത് കുട്ടികളുടെ ആവശ്യം, കുട്ടികളുടെ സ്റ്റഡീസ്, വീട്ടിലെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കുക്കിംഗ്, ക്ലീനിങ്, ഒരു ഹോം മേക്കർ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഏത് കൈൻഡ് ഓഫ് ജോബാണ് നിങ്ങൾ വേണ്ടതെന്ന് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ. അതോ വർക്ക് ഫ്രം ഹോം വേണോ, വേറെ ഏതെങ്കിലും കമ്പനിയിൽ പോയിട്ട് വർക്ക് ചെയ്യണോ എന്നൊക്കെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഒരു നല്ല തീരുമാനമെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടോ? ഇഫ് നിങ്ങൾ ജോബിന് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ആബ്സെൻസിൽ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടോ എന്നുള്ളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇപ്പോൾ കുട്ടികളുള്ള പേരൻസ് ആണെങ്കിൽ നിങ്ങളുടെ ആബ്സെൻസിൽ നിങ്ങൾ കുട്ടികളെ നോക്കാൻ ആളുണ്ടോ? അത് എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് പോകാൻ പറ്റണം. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്താണ് നമുക്ക് നമ്മുടെ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ല വേറെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിന് തൃപ്തിയില്ലാത്ത ഒരു സ്ഥലത്ത് ഡേ കെയറിലോ അല്ലെങ്കിൽ ഒരു മെയ്ഡിൻ്റെ അടുത്തോ കുട്ടികളാക്കി പോയി നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ജോബിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാരുണ്ടാവും ലൈക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള ആൾക്കാരുണ്ടാവും. കുട്ടികളെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ അത് ചെയ്യാം. പല ഓഫീസസും ഇപ്പോൾ ഡേ കെയറും സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഹോസ്പിറ്റൽസിന് തന്നെ ഡേ കെയർ ഉണ്ടാവും. ചില ഓഫീസസിൽ, വലിയ ഓഫീസസിലൊക്കെ ഓഫീസിലെ ആൾക്കാർക്ക് വേണ്ട ഡേ കെയർ സിസ്റ്റം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസോ ഇൻലോസോ ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് സമാധാനമായിട്ട് ചെയ്യാം. അല്ല രണ്ടും കൂടിയിട്ട് അത് ഫുൾ സമാധാനക്കേടാവുകയാണെങ്കിൽ ഇറ്റ് ബെറ്റർ ടു സ്റ്റേ അറ്റ് ഹോം ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ കിഡ്സ്. അപ്പോൾ ഈ സപ്പോർട്ട് സിസ്റ്റം മതിയായത്ര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോവാം ഒരു ജോബിന്. സോ you decide upon your factors that whether you have a support system or not. If you have, go ahead. Okay, നെക്സ്റ്റ് മൾട്ടി ടാസ്കിങ്. അത് നിങ്ങൾക്ക് ഒത്തിരി ടൈം തരും. മൾട്ടി ടാസ്കിങ് എബിലിറ്റി നിങ്ങൾക്ക് ഒത്തിരി ടൈം തരും. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആൾക്കാർക്കൊക്കെയാണ് ഈ മൾട്ടി ടാസ്കിങ് കൊണ്ട് ഒത്തിരി ലൈക്ക് സമയം നിങ്ങൾക്ക് കിട്ടും. അതായത് പറ്റുന്ന കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക. 2-3 കാര്യങ്ങൾ പറ്റുമെങ്കിൽ ഒരുമിച്ച് ചെയ്യുക. കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ലൈക്ക് മേക്ക് 2 or 3 items ടുഗെദർ. ഇഫ് പറ്റുന്നത് ലൈക്ക് നമുക്ക് കട്ട് ചെയ്യണതിൻ്റെ സൈഡിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുക, അതിന് അങ്ങനെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് കൂടെ ചെയ്യാം. മൾട്ടി ടാസ്കിങ് വിൽ ഗിവ് യു മോർ ടൈം. ഒരു കാര്യത്തിൻ്റെ ഇടയ്ക്ക് അതിനോട് കൂടെ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ 2 കാര്യം നമ്മൾ ഒരുമിച്ച് ചെയ്യണം. സോ യു ക്യാൻ സേവ് ടൈം. ഓക്കെ, സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് പോയിന്റ്. പിന്നെ വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. ഇപ്പോൾ പുറത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റാത്ത പേരൻസ് ആണെങ്കിൽ ചൂസ് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ്. ഒരു 1 hour or 2 hour നിങ്ങളുടെ ഫ്ലെക്സിബിൾ ടൈമിങ്ങിൽ ഇഫ് യു ഹാവ് എനി ചാൻസ് ടു വർക്ക് ഫ്രം ഹോം adopt that, then it will be like more helpful for you. അത് നിങ്ങൾക്ക് ഫാമിലി ടൈമും കൂടുതൽ തരും. യു ക്യാൻ വർക്ക് ഓൾസോ. ആ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഗിൽട്ട് ഫീലിംഗ് വേണ്ട. സോ ചൂസ് ദാറ്റ്. ഷെയർ റെസ്പോൺസിബിലിറ്റീസ്. അത് നിങ്ങളുടെ ബേർഡൻ കുറയ്ക്കും. ഇഫ് യു ആർ ഷെയറിങ് ദ റെസ്പോൺസിബിലിറ്റീസ് ലൈക്ക് എസ്പെഷ്യലി വിത്ത് യുവർ പാർട്ട്ണർ, ഇഫ് യു ആർ ഷെയറിങ് യുവർ റെസ്പോൺസിബിലിറ്റീസ് ഇറ്റ് വിൽ ബി ലൈക്ക് റിഡ്യൂസിങ് യുവർ സ്ട്രെസ്. ഇപ്പം കുക്കിംഗ് ഇഷ്ടമുള്ള പാർട്ട്ണർ ആണെങ്കിൽ ലെറ്റ് ദം കുക്ക്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. എവറി ടൈം നിങ്ങൾ തന്നെ കുക്ക് ചെയ്യണം എന്നൊന്നുമില്ല. ഷെയർ യുവർ റെസ്പോൺസിബിലിറ്റീസ്, ഷെയർ യുവർ like workload, then it will be giving you more time and it will be make you like more
ബെറ്റർ പേഴ്സൺ. ഓക്കെ, സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഐഡിയാസ് അബൌട്ട് കാര്യങ്ങൾ. നിങ്ങൾ ഒരു ഡിസിഷൻ, ഒരു ജോബിലേക്ക് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. സോ നിങ്ങൾ തിങ്ക് ചെയ്യുക. സോ തിങ്ക് അപ്പോൺ ദിസ് ആൻഡ് ടേക്ക് എ ഗുഡ് ഡിസിഷൻ. ഹോപ്പ് ദിസ് വിൽ ഹെൽപ്പ് യു. ഇനിയും ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും ഓൺ ദ വേ. ലൈക്ക് ഒത്തിരി കമ്പനീസ് ഉണ്ട്, റിട്ടേൺഷിപ്പ് പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ ലൈക്ക് അമ്മമാരെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലേഡീസിനെ ബേസ് ചെയ്ത് മീൻസ് ഫോക്കസ് ചെയ്തിട്ട് ലൈക്ക് ഒരു 4 years 5 years 2 years ഒക്കെ ഗ്യാപ്പിൽ തിരിച്ച് ജോബിലേക്ക് വരുമ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട് ഒത്തിരി റിട്ടേൺഷിപ്പ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫേംസ് ഉണ്ട്, കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വരുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ ദ ന്യൂ വീഡിയോ. താങ്ക് യു.